ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുട്ടി ഗോസ്പലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാവുന്ന വെറും കഥയല്ല, നടന്ന സംഭവമാണ്. അമേരിക്കയിൽ ഫിലഡൽഫിയ എന്നൊരു സ്ഥലത്ത് ഒരു ചെറിയ പള്ളി, ഒരു പഴയ പള്ളിയാണ്. ആ പള്ളിയുടെ മുറ്റത്ത് 10 വയസ്സുള്ളൊരു പെൺകുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോൾ ആ പള്ളിയിലെ പാസ്റ്റർ അത് കണ്ടിട്ട് അവൾ വിളിച്ചു, മോളെ എന്തിനാ കരയണേ? അപ്പോൾ അവൾ പറഞ്ഞു, എന്നെ പള്ളി കയറ്റില്ല, എന്നെ കാറ്റിസം ക്ലാസ്സിൽ കയറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്താണ് നിന്നെ കയറ്റാത്ത? അവർ പറഞ്ഞു, പള്ളിക്കകത്ത് സ്ഥലമില്ല എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ നോക്കിയപ്പോൾ ഇവള് മുഷിഞ്ഞ് കീറിയൊരു ഡ്രസ്സായിട്ടിരിക്കുന്നത്. അപ്പം അതിന് കാര്യം മനസ്സിലായി. അച്ഛൻ ഉടനെ ഈ പെൺകുട്ടിയെ വിളിച്ചിട്ട് നേരെ ക്ലാസ്സിലേക്ക് കയറി ചെന്ന് ടീച്ചറോട് പറഞ്ഞു, ഇന്ന് തൊട്ട് അവളെ ക്ലാസ്സിൽ ഇരുത്തണം. കുട്ടിക്ക് വലിയ സന്തോഷമായി. പക്ഷെ അന്ന് രാത്രി അവൾക്ക് ഒരുപാട് സങ്കടം വന്നു. കാരണം അവളെ പോലെ കുറേ കുട്ടികളിങ്ങനെ പള്ളിക്കകത്ത് കയറാൻ പറ്റാതെ സ്ഥലമില്ലാത്തതുകൊണ്ട് പുറത്തിരിക്കുന്നുണ്ട്. 2 വർഷം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ അച്ഛൻ്റെ അടുത്ത് ഓടി വരാണ്. കരഞ്ഞുകൊണ്ട് ഓടി വരുന്നേ. അവൾ മരിച്ചുപോയി. അവൾക്കെന്താ അസുഖം വന്ന് ഇവർക്ക് മെഡിസിനൊന്നും പോകാൻ പറ്റിയില്ല. അങ്ങനെ അവൾ മരിക്കുകയാണ്. എന്നിട്ട് ഈ പാസ്റ്ററിനോട് വരാൻ പറയും. പാസ്റ്റർ ഓടി ചെല്ലുന്നു. നോക്കുമ്പോൾ ഇവരുടെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീടാണ്, പഴയ വീടാണ്, ഒറ്റ മുറിയുള്ളൂ വീട്ടിൽ. അച്ഛന് അവസാനത്തെ ഈ ലാസ്റ്റ് റൈറ്റ്സൊക്കെ നടത്തി കൊടുക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞപ്പോൾ അവളുടെ പാരൻസ് കീറിപ്പറഞ്ഞൊരു ചുവന്ന പേഴ്സ് എടുത്തിട്ട് അച്ഛന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ഇത് മോള് തന്ന. അച്ഛനെ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ചില്ലറ പൈസയുണ്ട്. ഒരു കുറിപ്പുണ്ടായിരുന്നു, അവൾ എഴുതിയ കുറിപ്പാണ്. ആ കുറിപ്പിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, പള്ളി കുറച്ചും കൂടി വലുതാക്കണം, അതിനെൻ്റെ സംഭാവന. അച്ഛൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞുപോയി. അച്ഛനത് പൈസ എണ്ണി നോക്കിയപ്പോൾ 57 രൂപയുണ്ട്. 57 രൂപ കൊടുത്തിട്ട് ഈ പാരൻസ് അച്ഛനോട് പറഞ്ഞൊരു കാര്യം, കഴിഞ്ഞ 2 വർഷമായിട്ട് ഞങ്ങളുടെ മോള് കിട്ടുന്നതെല്ലാം ഇതിനു വേണ്ടി ഇങ്ങനെ കൂട്ടിവെച്ചിരിക്കുക. പിറ്റേ ദിവസം ഞായറാഴ്ച ആയിരുന്നു. പള്ളിയിൽ ആൾക്കാരെ കയറിയിട്ട് പാസ്റ്റർ ഈ കഥ പറഞ്ഞു, പെൺകുട്ടിയുടെ കഥ പറഞ്ഞു, അവൾ തന്ന 57 രൂപയെക്കുറിച്ച് പറഞ്ഞു. ആൾക്കാരുടെയും കണ്ണു നിറഞ്ഞു. പിന്നെ ഇങ്ങനെ പള്ളി വലുതാക്കാനുള്ള ശ്രമമാണ്. ആൾക്കാർ സംഭാവന കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ആ ചെറിയ എമൗണ്ട് ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരോ ഒരാൾ ഈ വാർത്ത പത്രത്തിൽ കൊടുത്തു, ഈ പെൺകുട്ടിയുടെ സംഭാവനയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇത് വായിച്ച ഒരു പണക്കാരനായ മനുഷ്യൻ, അയാൾക്ക് ഒരുപാട് സ്ഥലമുണ്ട്. അയാൾ ഈ പാസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കുറച്ച് സ്ഥലം തരാം, കുറച്ച് ഏക്കർ സ്ഥലം നിങ്ങൾക്ക് തരാം. ഉടനെ പാസ്റ്റർ പറഞ്ഞു, അതിന് ഞങ്ങളുടെ കയ്യിൽ അത്ര പൈസയൊന്നുമില്ല എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, ആ പെൺകുട്ടി എന്ന 57 രൂപയുണ്ടല്ലോ, അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ 57 രൂപക്ക് ഏക്കർ കണക്കിന് സ്ഥലം കിട്ടി. ഈ 57 രൂപ തുടങ്ങിയത് പിന്നീട് $2,50,000 എന്ന് വെച്ചാൽ നമ്മുടെ മണി നോക്കുമ്പോഴേക്കൊരു 20 crore rupees-ന് മേലെ ഇവർക്ക് കിട്ടുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഫിലഡൽഫിയ ചെല്ലുകയാണെങ്കിൽ നമ്മൾ വലിയൊരു പള്ളിയാണ്, ടെമ്പിൾ ബാപ്റ്റിസ്റ്റ് ചർച്ച് എന്ന് പറഞ്ഞൊരു വലിയ പള്ളിയാണ്. 3300 പേർക്ക് അതിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റും. അവിടെ തന്നെ ആ കോമ്പൗണ്ടിൽ തന്നെ ഒരു ടെമ്പിൾ യൂണിവേഴ്സിറ്റി ഉണ്ട്. 1000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥലമാണ്. അവിടെ തന്നെ ഗുഡ് സമരിറ്റൻ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലുണ്ട്. അങ്ങനെ ഈ ചെറിയ കുട്ടി, 10 വയസ്സുള്ള കുട്ടി കൊടുത്ത 57 രൂപയെന്ന് ഒരു വലിയ വേൾഡാണ് അവിടെ ക്രിയേറ്റ് ചെയ്തത്. അവിടെ ഒരു ബിൽഡിങ്ങിൽ ഉള്ളിൽ ഇവളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. എന്നിട്ട് 57 രൂപയുടെ പള്ളിയിൽ നിന്ന് 57 സെൻറ്റ് ചേർച്ച് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ പറയുന്നത് കടുകുമണിയെക്കുറിച്ചാണ്. ഈ കടുകുമണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഏറ്റവും ചെറിയ വിത്താണ്. ഈശോ പറഞ്ഞ വിത്തുകളിൽ ഏറ്റവും ചെറുതാണ്. ഇപ്പോൾ പാലസ്തീനയിലാണെങ്കിൽ ഇതിനേക്കാളും ചെറുതാണ് കടുകുമണി, ഇതിനേക്കാളും ചെറുതാണ്. ചെറിയ കടുകുമണിയാണെങ്കിൽ പോലും അത് പിന്നീട് വലിയ മരമായിട്ട് ശാഖകളൊക്കെ വന്ന് പക്ഷികളെല്ലാം കൂടി എൻ്റെ അകത്ത് ഇങ്ങനെ ചേക്കേറാൻ വരുന്നത് ഈശോ പറയാം. അതുപോലെയാണ് ദൈവരാജ്യം എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഈ കടുകുമണി പോലെ ആവണമെന്ന് പറയാം. ഈ കടുകുമണി നോക്കുമ്പോൾ ചെറുതാണെങ്കിലും ഇതിൻ്റെ അകത്തൊരു പൊട്ടൻസി ഉണ്ട്. ഇതിന് വലിയ മരമാകാൻ പറ്റും, കുറേ പേർക്ക് ആശ്രയമാകാൻ പറ്റും. ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞ സംഭവത്തിലെ ആ 10 വയസ്സുള്ള പെൺകുട്ടി ഉണ്ടല്ലോ, അവളൊരു കടുകുമണിയായിരുന്നു. അവൾ കൊടുത്തത് വെറും 57 രൂപയാണ്. പക്ഷെ അതിൽ നിന്ന് മനോഹരമായൊരു പള്ളി ഉണ്ടായി, ഒരുപാട് പേർക്ക് പഠിക്കാൻ പറ്റുന്ന കാറ്റീസം ക്ലാസ് റൂംസ് ഉണ്ടായി, യൂണിവേഴ്സിറ്റി ഉണ്ടായി, ആശുപത്രി ഉണ്ടായി. ഇതിപ്പോൾ ഞാൻ അമേരിക്കയിലെ കഥ നിങ്ങളോട് പറഞ്ഞു. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതുവരെ ഒരുപാട് കഥകൾ നടക്കുന്നുണ്ട്. ഒരു 6-7 വർഷം മുമ്പാണ് ഞാൻ വരാപ്പുഴ രൂപതയിലെ വൈപ്പിൻകരയിലെ ഒരു പാരീഷിലിരിക്കുമ്പോൾ അവിടെ ഒരാൾക്ക് ഹാർട്ട് സർജറിയുടെ ആവശ്യം വന്നു. ഓപ്പൺ ഹാർട്ട് സർജറി. ഒരു 3 ലക്ഷം രൂപ ആകുമെന്ന് പറഞ്ഞു.
ആ മനുഷ്യനാണെങ്കിൽ പാവപ്പെട്ട മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ അടുത്ത് അത്ര പൈസയൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു ഓർത്ത് കരഞ്ഞിങ്ങനെ വരാം. അപ്പോൾ ഞാൻ എന്തെങ്കിലും കൊടുത്ത് സഹായിക്കാമെന്ന് കരുതി. അപ്പോൾ ആ ചേട്ടൻ്റെ 2 കുട്ടികൾ കാറ്റീസം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളുടെ ഇളയ മകൻ, അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന അവൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നു. അവൻ ഒറ്റയ്ക്ക് വരുന്നേ. അവൻ്റെ കയ്യിലൊരു കുടുക്കയൊക്കെ ഉണ്ട്. ആ കുടുക്കയായിട്ട് അവൻ വരുന്നേ. എന്നിട്ട് അവൻ പറഞ്ഞു, അച്ഛാ എൻ്റെ ക്ലാസ്സിൽ എൻ്റെ കൂട്ടുകാരൻ്റെ അപ്പന് പാടില്ല, ഒരു ഓപ്പറേഷൻ വേണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എത്ര പൈസ ഉണ്ടെന്ന് അറിയില്ല, ഇത് കൊടുക്കണം, ഞാൻ തന്നെന്ന് പറയരുത്. നമുക്ക് സങ്കടം വന്നൊരു കാര്യമാണ്. കാരണം എന്തെങ്കിലും കൊടുത്ത് സഹായിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ ഈ ഒരു കുട്ടി നമുക്ക് വലിയൊരു വഴി തുറന്നു തരാം. ഒരു കടുകുമണി പോലെ കുറച്ച് പൈസ അവൻ സൂക്ഷിച്ചു വെച്ചത് അവൻ്റെ കൂട്ടുകാരൻ്റെ അപ്പന് കൊടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. നമുക്ക് ഇതുപോലെ കടുകുമണി ആകാൻ പറ്റും. നിങ്ങളുടെ ഇടവകയിൽ, നിങ്ങളുടെ യൂണിറ്റിലൊക്കെ നിങ്ങളിങ്ങനെ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്കൊരു ഹോംവർക്ക് തരുന്നത്, അങ്ങനെ ആരെങ്കിലും നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, അതിൽ ആ സ്റ്റോറി നിങ്ങൾ എഴുതി വിടണം. കാരണം അത് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷനാണ്. അപ്പോൾ ഈശോ പറയുന്നു, നിങ്ങൾ കടുകുമണിയാണ്, നിങ്ങൾ ദൈവരാജ്യമാണ്. നിങ്ങൾ ചെയ്യുന്ന വളരെ ചെറിയ കോൺട്രിബ്യൂഷൻ പോലും വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കും. എല്ലാവർക്കും ഹാപ്പി സൺഡേ.